കോൺഗ്രസ് നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എൻ.ഡി. തിവാരിയുടെ മകൻ രോഹിത് ശേഖർ തിവാരിയുടെ കൊലപാതകം ഭാര്യയുടെ കൈകൾ കൊണ്ടാണെന്ന വാർത്ത രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത്. ഏപ്രിൽ 16-നാണ് രോഹിത്തിനെ വീട്ടിൽ മൂക്കിൽ നിന്ന് രക്തം വന്ന നിലയിൽ കണ്ടെത്തിയത്. സുപ്രീം കോടതി അഭിഭാഷകയായ ഭാര്യ അപൂർവ ശുക്ല ഡൽഹി സാകേത് മാക്സ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രോഹിത് മരിച്ചിരുന്നു. താൻ എൻ.ഡി. തിവാരി എന്ന കോൺഗ്രസ് നേതാവിന്റെ മകനാണെന്ന് അവകാശപ്പെട്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് രോഹിത് രംഗത്തെത്തിയത്. അന്നു മുതലാണ് മാധ്യമങ്ങൾ രോഹിത് ശേഖർ തിവാരി എന്ന ചെറുപ്പക്കാരനെയും അയാളുടെ അമ്മ ഉജ്ജ്വലയെയും ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീട് 6 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ DNA ടെസ്റ്റിലൂടെ എൻ.ഡി. തിവാരിയുടെ മകനാണ് താനെന്ന് ശേഖർ തെളിയിച്ചു. പിന്നീട് ശേഖറിന്റെ അമ്മ ഉജ്ജ്വലയെ 2015-ൽ എൻ.ഡി. തിവാരി വിവാഹം കഴിച്ചു. കഴിഞ്ഞ വർഷമാണ് എൻ.ഡി. തിവാരി മരിക്കുന്നത്. മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് രോഹിത്തും അപൂർവയും തമ്മിൽ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. ഇതിനിടെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിരിഞ്ഞെങ്കിലും 2018-ൽ വിവാഹിതരായി. രോഹിത്തിൻ്റേത് സ്വാഭാവിക മരണമാണെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. മൂക്കിൽ നിന്ന് രക്തം വന്നതിനാൽ ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതാണെന്നും പോലീസ് സംശയിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവിക മരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതോടെ രോഹിത്തിനെ ആരോ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി. പുറത്തുനിന്നൊരാൾ ബലമായി അകത്തു കടന്നതിന്റെ ലക്ഷണങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. വീടിനകത്തുള്ള ഒരാളുടെ സാന്നിധ്യം കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന് ഇതോടെ പോലീസ് ഉറപ്പിച്ചു. ഇതിനിടെ രോഹിത്തിന്റെ അമ്മ ഉജ്ജ്വല ശുക്ല അപൂർവയ്ക്കെതിരെ രംഗത്തെത്തി. മകനും മരുമകളും തമ്മിൽ നിരന്തരം കലഹമുണ്ടായിരുന്നതായും മകന്റെ സ്വത്തിൽ അപൂർവയ്ക്ക് കണ്ണുണ്ടായിരുന്നുവെന്നും ഉജ്ജ്വല ആരോപിച്ചു. സംഭവ ദിവസം താൻ മകനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴെല്ലാം രോഹിത് ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് അപൂർവ തന്നെ തിരിച്ചയക്കുകയായിരുന്നുവെന്നും ഉജ്ജ്വല മൊഴി നൽകി. ഇതോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അപൂർവയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. സുപ്രീം കോടതി അഭിഭാഷകയാണ് അപൂർവ. അതുകൊണ്ട് തന്നെ പഴുതടച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയത്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ 8 മണിക്കൂറോളം നീണ്ടു. ഇവരുടെ 2 വീട്ടുജോലിക്കാരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. രോഹിത്തിനെ കിടപ്പുമുറിയിൽ മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലാണ് താൻ കണ്ടെത്തിയതെന്ന് വീട്ടുജോലിക്കാരനായ ബോലു മണ്ഡൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളടക്കം 6 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ 3 പേർക്ക് മാത്രമാണ് കിടപ്പുമുറിയുള്ള ആദ്യ നിലയിലേക്ക് പ്രവേശനമുള്ളത്. മറ്റൊരാൾ ഇവരുടെ ഡ്രൈവറാണ്. അപൂർവ ഇടയ്ക്കിടെ മൊഴി മാറ്റിയതും സംശയങ്ങൾ ഇരട്ടിപ്പിച്ചു. അപൂർവയുടെ കുറ്റസമ്മത മൊഴി ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. മദ്യലഹരിയിലായിരുന്ന ഭർത്താവിനെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിനിടെ അപൂർവ സമ്മതിച്ചു. രോഹിത്തുമായി കലഹം പതിവാണെന്നും സംഭവ ദിവസവും പതിവ് പോലെ കലഹമുണ്ടായി. ഇത്തവണ ഒരു ബന്ധുവിനെ ചൊല്ലിയായിരുന്നു കലഹം. പുലർച്ചെ 1 മണിയോടെ അപൂർവ തലയിണ ഉപയോഗിച്ച് ഭർത്താവിന്റെ മുഖത്തമർത്തി. മദ്യലഹരിയിലായതിനാൽ രോഹിത്തിനെ ചെറുക്കാനുമായില്ല. ചോദ്യം ചെയ്യലിന്റെ ആദ്യ മണിക്കൂറുകളിൽ കയ്യബദ്ധമാണെന്ന് വരുത്തി തീർക്കാനാണ് അപൂർവ ശ്രമിച്ചത്. ഇരുവരും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നതായും അപൂർവ മൊഴി നൽകി. അപൂർവയ്ക്ക് മാത്രമല്ല രോഹിത്തിന്റെ സ്വത്തിൽ ബന്ധുക്കൾക്കും കണ്ണുണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നു. സുപ്രീം കോടതിക്ക് സമീപമുള്ള രോഹിത്തിന്റെ വീട് അപൂർവ സ്വന്തം പേരിലാക്കാനും ശ്രമിച്ചിരുന്നു. ഇതിന് സ്വന്തം ബന്ധുക്കളും അപൂർവയെ സഹായിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.